ഡോക്ടർ ഷഹാദ് പറഞ്ഞ പോലെ ഈ കനത്ത ചൂട് അത് നിർമ്മാണ മേഖലയാകെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പക്ഷെ അതിനിടയിൽ ഇതാ മലയോര മേഖലകളിൽ വേനൽ മഴ പെയ്യുന്നു. ആശ്വാസമായി കോട്ടയത്തും കാസർഗോഡുമാണ് ചൂടിന് ആശ്വാസമായി ഇപ്പം മഴ ലഭിക്കുന്നത്. ചങ്ങനാശ്ശേരി ശക്തമായ മഴയ്ക്കൊപ്പം ആലിപ്പുഴ വീഴ്ചയുമുണ്ട്. അഖിൽ കെയും അരുൺ കുപ്പറമ്പയുമാണ് ചേരുന്നത്. അഖിൽ, ഈ പൊള്ളുന്ന ചൂടിൽ ഈ മഴ കാണുമ്പോൾ ആകെ ഒന്ന് കുളിരുകയാണല്ലേ? തീർച്ചയായും ആശ്വാസം തന്നെയാണ്. കാരണം ചങ്ങനാശ്ശേരിയിലാണ് കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചൂടൊക്കെ രേഖപ്പെടുത്തിയിരുന്നൊരു ഭാഗമെന്ന് പറയുന്നത്. അവിടെയാണ് ഇപ്പോൾ എന്തായാലും ഒരു ശക്തമായ മഴ പെയ്യുന്നത്. ആ മഴ മാത്രമല്ല, മഴയ്ക്കൊപ്പം നല്ല രീതിയിൽ ആലിപ്പഴ വീഴ്ച കൂടി ഉണ്ട് എന്നുള്ളത് ഒരു കൗതുക കാഴ്ച തന്നെയാണ് എന്നുള്ളതാണ്. വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ഒരു ശക്തമായ മഴ ആരംഭിച്ചത്. അതിനൊപ്പം തന്നെ വലിയ തോതിൽ തന്നെ ഈ ആലിപ്പഴ വീഴ്ച കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോഴും ആ മഴ തുടരുന്നുണ്ട്. അതിനൊപ്പമുള്ള ആലിപ്പഴ വീഴ്ചയും ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാണുമ്പോൾ ഒരു കൗതുകമുള്ള കാര്യമാണെങ്കിൽ പോലും കൃഷിക്കാരെ സംബന്ധിച്ചോളം ആലിപ്പഴ വീഴ്ച അത്ര സുഖകരമായ ഒരു കാര്യമല്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അതൊരു രസകരമായ കാഴ്ചയാണ്. ഈ ഒരു കൊടിയ ചൂടിൽ അതൊരു വലിയൊരു ആശ്വാസം തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും കോട്ടയത്തേക്കും അതിൻ്റെയൊക്കെ ഒരു ചെറിയ ലാഞ്ചനകളുണ്ട്, ശക്തമായ കാറ്റുണ്ട്, ഇടയ്ക്കൊക്കെ ചെറിയ തോതിൽ ഇടിയും പൊട്ടുന്നുണ്ട്. അപ്പോൾ വൈകാതെ തന്നെ കോട്ടയത്തേക്കും ആ മഴയും അതിനോടൊപ്പമുള്ള ആലിപ്പഴ വീഴ്ചയും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ചങ്ങനാശ്ശേരിയിലാണ് വൈകുന്നേരം 5 മണിയോടുകൂടി തന്നെ ശക്തമായ മഴയും ആലിപ്പഴ വീഴ്ചയും ആരംഭിച്ചിരിക്കുന്ന വനിത. ശരി, അങ്ങ് കോട്ടയത്ത് മാത്രമല്ല ഇങ്ങ് എറണാകുളത്തും എല്ലാ ജില്ലകളിലും ചൂടിനൊരു ആശ്വാസമായി മഴ എത്തട്ടെ എന്നതാണ്. അരുൺ, എന്താണ് കാസർകോട്ടത്തെ ഒരു സാഹചര്യം? വിനീത, കാസർഗോഡ് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ചൂടായിരുന്നു മലയോര മേഖലയിൽ ഉണ്ടായിരുന്നത്. അതിന് ഒരു അല്പം ആശ്വാസമായി മഴ പെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വെള്ളരിക്കുണ്ട് താലൂക്കിലെ വെള്ളരിക്കുണ്ട്, പരപ്പ, കോളിച്ചാൽ, റാണിപുരം മേഖലയിലൊക്കെ 1 മണിക്കൂറോളം മഴ പെയ്തിട്ടുണ്ട്. തോരാതെ തന്നെ മഴ പെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് ആ മഴ ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ചൂടാണ് കാസർഗോഡിൻ്റെ മലയോര മേഖലയിൽ രേഖപ്പെടുത്തിയത്. അതിനൊരു ആശ്വാസമായിട്ടാണ് മഴ പെയ്തത്. എന്നാൽ കാസർഗോഡിൻ്റെ മറ്റു മേഖലകളിൽ ആ രീതിയിൽ മഴ പെയ്തിട്ടില്ല. ഇപ്പോഴും ആ ചൂട് തന്നെ ഉള്ള ഒരു കാലാവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എന്തായാലും മലയോര മേഖലയിലാണ് ആശ്വാസമായി അല്പസമയം 1 മണിക്കൂറോളം തന്നെ നിർത്താതെ മഴ പെയ്തത്. അത് ജനങ്ങളിൽ വലിയ ആശ്വാസം ഉണ്ടാക്കി. ശരി, ഏതായാലും മഴ പെയ്യട്ടെ. എല്ലായിടത്തും മഴ പെയ്തൊന്ന് മണ്ണും വിണ്ണും ഒക്കെ ഒന്ന് കുളിർക്കട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹിക്കാനാകുന്നത്. അത്ര ചൂടാണ്, വെന്തുരുകയാണ്.